ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്നത്തെ ആരാധനയ്ക്ക് ഓരോ ഭാഗത്ത് നേതൃത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തണമേ. ഇനിയും ആരാധനയിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൃത്യ സമയത്ത് തന്നെ കൂട്ടിവരുത്തണമേ. ആരാധന ആദ്യം മുതൽ അവസാനം വരെ അന്ന് തന്നെ നേതൃത്വം ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശു മെസ്സിയാൽ അപേക്ഷിക്കുന്നു. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 353 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 353.
ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കണമേ. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത്
വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ മനഃപൂർവ്വമായി ഏറ്റുപറയുവാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പൊതുവായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവീ. സ്വർഗ്ഗസ്ഥ പിതാവേ, സത്യമായി ക്രിസ്തുവിൽ കൂടി തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾപ്പി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോട് സത്യവിശ്വാസത്തോട് തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവാന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ സഭ നവീകരിക്കപ്പെട്ടും നവീകരിച്ചും തന്റെ എല്ലാ സൃഷ്ടിയോടും ആർദ്രതയുള്ള നീതിയുടെ ദൈവമേ, രക്ഷയിലേക്കും സാക്ഷി ജീവിതത്തിലേക്കുമുള്ള നേരായ മാർഗ്ഗം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ പൂർവികർക്ക് പരിജ്ഞാനം നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ രക്ഷാകരമായ കൃപയെ കുറിച്ചുള്ള ഞങ്ങളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിനെയും തെറ്റിദ്ധാരണകളെയും വെല്ലുവിളിക്കുവാനും നിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രൂപാന്തരപ്പെട്ട വക്താക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഒന്നാം പാഠം.
പുരോഹിതനാക്കൊട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എൻ്റെ പിതാവ് ദേശാന്തരിയായും അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു. അവിടെ വലുപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രൈമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെക്കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ ഇത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിന് തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യേ ഉള്ള പരദേശിയും സന്തോഷിക്കണം. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കും. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനങ്ങൾ 109 21 വാക്യം മുതൽ 30 വാക്യം വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യവുമായി. സങ്കീർത്തനങ്ങൾ 109 21 മുതൽ. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു, ഒരു വെട്ടിക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു, എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടത് തന്നെ. എന്റെ എതിരാളികൾ നിന്ന് ധരിക്കും, പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ അവൻ വലതുഭാഗത്ത് നിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 2 verses 43 to 47. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു.
വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 35 വരെ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. The Gospel according to Saint Matthew, chapter 13, verses beginning from 33 to 35. യേശു മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളും അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ദൈവവചന ശുശ്രൂഷ അനുഗ്രഹത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 424-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 424. Gloria
സകല സൃഷ്ടിയും പുതുക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സഭയുടെ ആത്മീക നന്മകൾ, ആത്മീക കാര്യങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എവിടെയെങ്കിലും സഭ വിശുദ്ധിയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ സഭയെ സഹായിക്കണമേ. അതിൻ്റെ ചാലകങ്ങളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഇന്നത്തെ വചനകേൾവി അതിന് മുഖാന്തരമാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വിശുദ്ധ ദിവസം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യ പദവിയോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റും. ഇന്ന് CSI സഭയായി ചിന്തിക്കുന്ന വിഷയം സഭ നവീകരിക്കപ്പെട്ടും നവീകരിച്ചും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റിഫർമേഷൻ ദിനമായിട്ടാണല്ലോ നാം ഇന്ന് കൊണ്ടാടുന്നത്. ചർച്ച് റിഫോംഡ് ആൻഡ് റിഫോമിംഗ് എന്നുള്ളതാണ് ചിന്താവിഷയം. ഒക്ടോബർ 31 നവീകരണത്തിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ്. ഇന്നേക്ക് 504 വർഷങ്ങൾക്ക് മുമ്പ് 1517 ഒക്ടോബർ മാസം 31-ാം തീയതി യുവ സന്യാസി പട്ടക്കാരനായിരുന്ന മാർട്ടിൻ ലൂതർ ജർമ്മനിയിലെ വിറ്റൻബർഗിലെ കാസിൽ ചർച്ചിന്റെ പ്രധാന കവാടത്തിൽ അഥവാ മെയിൻ ഡോറിൽ പാപമോചന ചീട്ടിന്റെ ശക്തിയും അധികാരവും സംബന്ധിച്ച്, പർഗേറ്ററിയെ സംബന്ധിച്ചൊക്കെ 95 തീസിസ് പതിക്കുകയുണ്ടായി. അതാണ് നവീകരണ പ്രസ്ഥാനത്തിന്റെ ജന്മദിവസം. നമുക്കെല്ലാവർക്കും അറിയാം, നവംബർ 1-ാം തീയതി എന്ന് പറയുന്നത് ഓൾ സെയിൻസ് ഡേ ആണ്, സകല വിശുദ്ധന്മാരുടെയും ദിനമാണ്. അന്നേ ദിവസം മതപരമായ വലിയ ചടങ്ങുകൾ വിറ്റൻബർഗിലുള്ള കാസിൽ ചർച്ചിൽ നടത്തപ്പെടുന്നു. ധാരാളം ആൾക്കാർ ആ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു എന്ന് വളരെ വ്യക്തമായും അറിയാമായിരുന്ന യുവപട്ടക്കാരനായിരുന്ന മാർട്ടിൻ ലൂതർ ഈ 95 തീസിസ് പ്രധാന കവാടത്തിൽ പതിക്കുകയാണ്. എന്തിനാണ് ആളുകൾ വരുന്നത്? യാഗം കഴിക്കുവാനും തിരുശേഷിപ്പുകൾ, വിശുദ്ധമായ തിരുശേഷിപ്പുകളുടെ ആ വിശുദ്ധിയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. ലൂതർ പോലും ചിന്തിക്കാത്ത രീതിയിൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് അന്നേ ദിവസം സംജാതമായത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊക്കെ ആ ഒരു റിഫോംഡ് ചർച്ചായത് പ്രൊട്ടസ്റ്റന്റ് സഭയായി നിലകൊള്ളുമ്പോൾ മാർട്ടിൻ ലൂതറെ നാം മറന്നു പോകരുത്. അന്ന് സഭയിലെ അനീതികളും അക്രമങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും കണ്ട് അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി താല്പര്യം കാണിച്ച ഒരു യുവ സന്യാസി പട്ടക്കാരൻ. ഈ ദിവസത്തിൽ നാം ആ വ്യക്തിയെ ഓർക്കുമ്പോൾ നമ്മുടെ സഭ ഇന്ന് പഴുതിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു തിരിച്ചു വരവിന് വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. നവീകരണം തങ്ങളിലേക്ക് നോക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു. നവീകരണം തങ്ങളിലേക്ക് നോക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു. ചരിത്രമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പാഠങ്ങളുടെ കലവറയാണ്. പാഠങ്ങളുടെ കലവറയാണ്. തെറ്റ് തിരുത്തി നാളത്തെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങൾ. പഴയ വേദഭാഗം തങ്ങൾ പഠിക്കുമ്പോൾ ദേശാന്തരിയായ അരാമ്യനെ കുറിച്ചാണ് ആവർത്തന പുസ്തകം 26-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അരാമ്യനെ കുറിച്ച് 2 ചിന്തകളുണ്ട്. ഒന്ന് അബ്രഹാം ആണെന്നും മറ്റു ചില ആൾക്കാർ യാക്കോബ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. ഈ ഒരു പിതാമഹൻ ദേശാന്തരിയായി നടക്കുന്നു. ദേശാന്തരിയായ അരാമ്യന്റെ തലമുറ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുറയെ ദൈവം വിളിക്കുന്നതായി വേദപുസ്തകം ശക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. തലമുറ എവിടെ നിന്നാണ് പുറപ്പെട്ടത്, എവിടെ നിന്നാണ്
ആരംഭിച്ചതെന്ന് ഓരോ തലമുറയിലുള്ള അംഗങ്ങളും പറയണം. എവിടെയാണ് എത്തിയിരിക്കുന്നത്, യാത്രയുടെ ഉദ്ദേശ്യം എന്താണ്, അതോടൊപ്പം എവിടെയൊക്കെയാണ് തങ്ങളുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചത്, ആ വീഴ്ചകളിൽ നിന്നും നവീകരണത്തിലേക്ക് നാം മടങ്ങിപ്പോകണം എന്നാണ് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റി എന്ന് തോന്നിയാൽ അത് തിരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായൊരു ബുദ്ധി ഉള്ള വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. തെറ്റ് പറ്റിയിട്ടും അതിനെ പൊതിഞ്ഞു നടക്കുവാൻ നാം ശ്രമിക്കരുത്. വേദപുസ്തകത്തിൽ ജ്ഞാനികൾ വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ച് പോകുന്ന ഭാഗമാണല്ലോ ക്രിസ്തുമസ് നാം ചിന്തിക്കുന്നത്. അവർ നക്ഷത്രത്തെ നോക്കി ഇങ്ങനെ പോകുകയാണ്. എന്നാൽ അവരുടെ കണ്ണിടയ്ക്കൊന്ന് നക്ഷത്രത്തിൽ നിന്ന് മാറിപ്പോയി. ഒരു രാജാവ് ഒരിക്കലും ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുമെന്ന് അവർക്കൊരു ബോധ്യമില്ല. അതുകൊണ്ട് അവരുടെ കണ്ണെങ്ങോട്ട് പോയി? ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, വിദ്വാൻമാർ ജ്ഞാനികളാണ്. പക്ഷേ അവർക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അവർ തിരുത്തി എന്നുള്ളതാണ് ജ്ഞാനികളുടെ ക്വാളിറ്റി. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അതിനെ തിരുത്തുവാൻ നാം തയ്യാറാണ്. ഇനി നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഈ ചൈനീസ് പഴമൊഴി ഇപ്രകാരം പറയുന്നു: If one can do, you can do. If one can do, you can do. If no one can do, you must do. ഒരുത്തർക്കും ചെയ്യാൻ പറ്റാത്തത് നീ തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. മാർട്ടിൻ ലൂതർ ആ കാലത്ത് അതാണ് ചെയ്തത്. ആർക്കും ചെയ്യാൻ മേല, പോപ്പിന്റെ അധികാരത്തെ നോക്കി ഒന്ന് കോപിക്കുവാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ തയ്യാറാകാതിരിക്കുമ്പോൾ ശക്തമായി പ്രതികരിക്കുവാൻ ആര് തയ്യാറായി? മാർട്ടിൻ ലൂതർ തയ്യാറായി. ജീവനെ തൃണൽഗണിച്ചുകൊണ്ട് ആരും ചെയ്യാത്തത് ചെയ്യുവാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്രമാത്രം അഭിമാനത്തോടെ ഒരു സഭയായി നിൽക്കുവാൻ കഴിയുന്നു. എന്നാൽ നാം ആണെങ്കിൽ എന്ത് പറയുന്ന അറിയാമോ? ഇഫ് വൺ ക്യാൻ ഡു, ലെറ്റ് ഹിം ഡു. ഇഫ് വൺ ക്യാൻ ഡു, ലെറ്റ് ഹിം ഡു. ഇഫ് നോ വൺ ക്യാൻ ഡു, വാട്ട് ക്യാൻ ഐ ഡു? ഇതല്ലേ നമ്മൾ പറയുന്നത്. ആർക്കും പറ്റത്തില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാൻ? പ്രിയമുള്ളവരെ, സഭ തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ തിരുത്തുവാൻ തയ്യാറാണ്. സഭയെ നവീകരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സുഖങ്ങളെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാണോ? തെറ്റ് കാണുമ്പോൾ അതിനോട് പ്രതികരിക്കുവാൻ നാം തയ്യാറാണോ? പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ആ കാലങ്ങളിൽ കത്തോലിക്ക സഭയിലുള്ള തെറ്റുകളെ കണ്ടപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച മാർട്ടിൻ ലൂതർ നമുക്കൊരു പാഠമാണ്. മലയാളത്തിൽ 2 വാക്കുകൾ ഇപ്രകാരമുണ്ട്: ശ്രേയസ് എന്ന് പറയുന്നൊരു വാക്കും പ്രേയസ് എന്ന് പറയുന്നൊരു വാക്കും. ശ്രേയസ് ആൻഡ് പ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സുഖമാണ്. ശാശ്വതമായ സുഖത്തിന് പിന്നിൽ ചില കഷ്ടതകളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ പ്രേയസ് എന്ന് പറയുന്നത് ഭൗതികമായ സുഖങ്ങളാണ്. അത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല? ശാശ്വതമായ സുഖങ്ങൾ കിട്ടില്ല. ശാശ്വതമായ സുഖമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ദോഷങ്ങൾ വരും. സഭയുടെ നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ മറ്റു പലരും എതിർക്കും, യാതൊരു സംശയമില്ല. പക്ഷെ സഭയുടെയാണ് നമ്മുടെ നന്മയെന്ന് നാം തിരിച്ചറിയണം. മധ്യകാലഘട്ടം അന്ധകാര യുഗത്തിലേക്ക് വഴുതി മാറിയ കാലഘട്ടമാണ്. AD 1500 എന്നൊക്കെ പറയുന്നത് മധ്യകാലഘട്ടമാണ്. അവിടെ ഏറ്റവും അധികമായി സഭ അന്ധകാരയുഗം അല്ലെങ്കിൽ ഡാർക്ക് ഏജിലേക്ക് പോയ കാലഘട്ടമാണ്. അന്ന് സംഭവിച്ചത് എന്താ അറിയാമോ? സാൽവേഷൻ ഫോർ സെയിൽ, രക്ഷ വിൽപ്പനയ്ക്ക് വെച്ചൊരു കാലമാണ്. രക്ഷ വിൽപ്പനയ്ക്ക് വെച്ചു. പാപമായ ചീട്ട് വിറ്റ് ആ കാലങ്ങളിൽ കാശുണ്ടാക്കുന്ന ഒരു സഭയായി മാറുകയാണ്. ഞാൻ ഇന്ന് കുറച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പാപമോചന ചീട്ട് വിറ്റ് കാശാക്കി. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? 1510 പത്രോസിന്റെ പേരിൽ റോമിൽ ഒരു ബസലിക്ക പണിയുവാൻ വേണ്ടി തീരുമാനിച്ചു. പോപ്പ് ജൂലിയസ് 11 അതിനുവേണ്ടി പാപമോചന ചീട്ട് അങ്ങ് ഇറക്കി. ഇത് കാശ് കൊടുത്ത് വാങ്ങിയാൽ നിങ്ങളുടെ പാവങ്ങൾ മോചിക്കും. കൂടുതൽ കാശ് തരാമെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ പാവം മോചിക്കും, വല്യപ്പൻ്റെ പാവം മോചിക്കും, നിങ്ങളുടെ മക്കളുടെ പാവം മോചിക്കും, ഇനി നിങ്ങൾക്കുണ്ടാകാനുള്ള മക്കളുടെ പാവം കൂടി മോചിക്കും. അങ്ങനെ പാപമോചന ചീട്ട്. ആ കാലങ്ങളിൽ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് പർഗേറ്ററി എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. പർഗേറ്ററി അതായത് അബ്രഹാമിന്റെ മടി എന്നൊക്കെ നമ്മൾ പറയും, ശുദ്ധീകരണ സ്ഥലമെന്ന് പറയും. ആ സ്ഥലത്ത് ഇരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറ്റിവിടാൻ പോപ്പിന് അധികാരമുണ്ട്. കാശ് കൊടുത്താൽ മതി.
കാരണം സ്വർഗത്തിന് താക്കോലാണെന്ന് അറിയാം. പത്രോസിന്റെ പിൻഗാമിയാണ് പോപ്പ്. നമുക്കറിയാം ആ പോപ്പുമാരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ആദ്യത്തെ പോപ്പായിട്ട് ആരാ കാണുന്നത്? പത്രോസിനെയാണ്. അപ്പം പോപ്പ് എന്ന് പറയുന്നത് പത്രോസിന്റെ പിൻഗാമിയായിട്ട് താക്കോൽ പോപ്പിന്റെ ഇല്ല. അപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് കാശ് കൊടുത്താൽ മതി. ഇതൊക്കെ അന്നത്തെ കാലത്ത് സഭ പണത്തിലേക്ക് വഴുതി വീണപ്പോൾ ഉണ്ടായതായ ചില ചിന്തകളാണ്. പണം കൊണ്ട് സ്വർഗം നേടാം, പണത്തിന് വേണ്ടി മാത്രമായി ആ കാലങ്ങളിൽ സഭ. ഞാൻ പറയട്ടെ, മുക്കൂരുടെ അനുയായികൾ പണത്തിന് വേണ്ടി വലയെറിഞ്ഞു. മുക്കൂരുടെ അനുയായികൾ പണത്തിന് വേണ്ടി വലയെറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണോ? ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചോണാണോ മുന്നോട്ട് പോകുന്നത്? അടുത്തതായി നവീകരണം പൂർണ്ണതയിലേക്കുള്ള ചുവടുവെപ്പാണ്. നവീകരണം പൂർണ്ണതയിലേക്കുള്ള ചുവടുവെപ്പ്. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അതിൽ നിന്നും എഴുന്നേൽക്കുക എന്നുള്ളതാണ് അവൻ്റെ മഹത്വം. ഇത് ഞാൻ പറഞ്ഞതല്ല, കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ അദ്ദേഹം പറയുകയാണ്, മനുഷ്യർ തെറ്റ് പറ്റുക സ്വാഭാവികമാണ്, പക്ഷെ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മഹത്വം. അന്നത്തെ കാലത്ത് 2 പോപ്പുമാർ ഒരേ കൂട്ടർ തെരഞ്ഞെടുത്തവരാണ്. 2 പോപ്പുമാർ 2 ദേശത്തിരുന്ന് ഭരിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതായത് ആ കാലങ്ങളിൽ 70 വർഷക്കാലം റോമിലൊരു പോപ്പ്, അതുപോലെ തന്നെ ഫ്രാൻസിൽ മറ്റൊരു പോപ്പ്. ഇതിനെ തെരഞ്ഞെടുത്ത ഒരേ ആൾക്കാർ തന്നെ സഭയെ നയിച്ചുകൊണ്ടിരുന്നു. ആ കാലത്തെ മാർട്ടിൻ ലൂതർ പറയുന്നത് സഭയുടെ ബാബിലോണിയ അടിമത്വം എന്നാണ് പറയുന്നത്. പഴയ കാലങ്ങളിൽ ബാബിലോണിയ അടിമത്വത്തിലേക്ക് പോയതുപോലെ സഭ ബാബിലോണിയ അടിമത്വത്തിലേക്ക് പോയി എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. പൂർണ്ണതയിലേക്ക് വളരുവാൻ ആ കാലങ്ങളെ നോക്കിക്കൊണ്ട് മാർട്ടിൻ ലൂതർ 5 തത്വങ്ങൾ, 5 എന്നുള്ളത് ചില പ്രൊട്ടസ്റ്റന്റ് സഭ വിശ്വസിക്കുന്ന 4 5 നമുക്കത് വിഷയമല്ല. 4 തത്വങ്ങൾ ദൈവജനവുമായി ബന്ധിപ്പിച്ച് പറയും. നമ്മളും അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് തെരഞ്ഞെടുത്തതായ 4 5 തത്വങ്ങൾ ഞാൻ 4 5 അല്ലെങ്കിൽ 5 തത്വങ്ങൾ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആഴങ്ങൾ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഒന്നാമതായി മാർട്ടിൻ ലൂതർ പറയുകയാണ് സോളാ സ്ക്രിപ്ചറ. സോള എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം എലോൺ, സ്ക്രിപ്ചർ എലോൺ. ദൈവവചനം മാത്രമാണ് രക്ഷയ്ക്കാതായ സ്ക്രിപ്ചർ എലോൺ, സോളാ സ്ക്രിപ്ചർ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയുന്നത് ബാക്ക് ടു ബൈബിൾ. ബൈബിളിലേക്ക് പലപ്പോഴും മടങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പോപ്പിന് തെറ്റുപറ്റാം, സഭയിലെ ഉന്നതന്മാർക്ക് തെറ്റുപറ്റാം, എന്നാൽ ബൈബിളിൽ തെറ്റില്ല. എല്ലാ തിരുവചനവും ദൈവശാസ്ത്രീയമാണ്, അത് ഇൻഫാലിബിൾ ആണ്. തെറ്റിക്കൂടായ്മ എന്ന പദമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റിക്കൂടായ്മ, ഒരിക്കലും തെറ്റ് പറ്റാത്തതാണ് ബൈബിൾ. ബൈബിൾ എല്ലാവർക്കും കൊടുക്കുക, അതിനെ വായിക്കുവാൻ അനുവാദം കൊടുക്കുക. ആ കാലങ്ങളിൽ ചങ്ങലക്കിട്ട ബൈബിളുകളാണ് ദൈവാലയങ്ങളിൽ വെച്ചിരുന്നത്. ആർക്കും എല്ലാവർക്കും സ്വയമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പട്ടക്കാർക്കും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവർക്ക് മാത്രമേ ബൈബിൾ വായിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ പറയുക, അവർ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ സഭ മുത്തുകൾ പന്നികളുടെ മുന്നിൽ ഇടുന്നെന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ മാർട്ടിൻ ലൂതർ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ബിലിയാമിന്റെ കഴുതയ്ക്ക് പോലും ബൈബിൾ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണെങ്കിൽ സഭയല്ല തിരുവെഴുത്താണ് സഭയെ നിർമ്മിച്ചത്. അവർ പഠിപ്പിച്ചു, സഭയാണ് തിരുവെഴുത്തിനെ നിർമ്മിച്ചത്. നമുക്കറിയാം, കാനോനൊക്കെ ഉണ്ടാക്കിയ സഭ ഒന്നിച്ചിരുന്നുകൊണ്ടാണ് AD കാലങ്ങളിൽ. അപ്പൊ ഈ ഒരു ചിന്തകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പറഞ്ഞു, ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ബിലിയാമിന്റെ കഴുതയ്ക്ക് പോലും വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനം പഠിച്ചതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു. മറിയയെ കുറിച്ചൊക്കെ നമ്മൾ അറിയാം. വചനം അന്ന് കിട്ടത്ത് പോലും ഇല്ല, എന്നിട്ടും മറിയ ദൈവവചനം എങ്ങനെയോ പഠിച്ചു. പ്രിയമുള്ളവരെ, തിരുവെഴുത്താണ് ദൈവവചനം. ആ വചനം തിരുവെഴുത്തെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരിൽ, ബെരോവയിലെ ക്രൈസ്തവരെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവവചനം അത് തന്നെയെന്ന് നിരന്തരം പരിശോധിച്ചു. തെസ്സലോനിക്കയേക്കാൾ ഉത്തമന്മാരായിരുന്നു ബെരോവയിലുള്ളത്. അവരെന്ത് ചെയ്തു? അത് തന്നെയോ എന്ന് നിരന്തരം പരിശോധിച്ചു. അവർക്കത് ബൈബിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പരിശോധിച്ചത്. എന്നാൽ പിന്നീട് സഭ അത് എടുത്ത് മാറ്റിയപ്പോഴാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത് എല്ലാവർക്കും ബൈബിൾ കൊടുക്കണം. പ്രസംഗിക്കപ്പെടുന്ന വചനവും എഴുതപ്പെട്ട വചനവും ഒരുപോലെ പരിശുദ്ധമാണ്. അത് പുൽപ്പുറ്റിനും ത്രോണോസിനെ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, തെറ്റുകൾ ഒരു പൂർണ്ണതയിലേക്കുള്ള ചുവടുവയ്പ്പായിരിക്കണം എന്ന് അവിടെ പഠിപ്പിക്കുക. സോളാ സ്ക്രിപ്ചർ എലോൺ. രണ്ടാമതായി സോളാ ഗ്രേഷ്യ, സാൽവേഷൻ അല്ലെങ്കിൽ ഗ്രേസ് എലോൺ. അതായത് കൃപ മാത്രമാണ്. മനുഷ്യരൊന്നും ചെയ്യേണ്ട, ക്രിസ്തു സകലവും നമുക്ക് വേണ്ടി ചെയ്തു.
ഇനി മനുഷ്യന്റെ പ്രവൃത്തികൾക്കൊന്നും കാരണമല്ല. അതായത് അന്ന് സാൽവേഷൻ ഫോർ സെയിൽ എന്നുള്ളത് മാറിയിട്ട് പിന്നീട് പറയുകയാണ് സാൽവേഷൻ നോട്ട് ഫോർ സെയിൽ എന്നുള്ളത് മറ്റുള്ളവർ കൊണ്ടുവന്നു. സാൽവേഷൻ നോട്ട് ഫോർ സെയിൽ, തികച്ചും ദാനമാണ് രക്ഷ. പ്രവൃത്തി വേണ്ട എന്നുള്ളതല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, തെറ്റിദ്ധരിച്ചു പോയവരുന്നത്. പ്രവൃത്തി വേണ്ട എന്നുള്ളതല്ല, യാഗങ്ങളോ കർമ്മങ്ങളോ ഒന്നും വേണ്ട. യാഗങ്ങളോ കർമ്മങ്ങളോ സർക്കസ് ഒന്നും വേണ്ട. പിന്നെന്ത് മതി? ദൈവത്തിൻ്റെ രക്ഷയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് പറഞ്ഞു. ആ കാലങ്ങളിൽ യാഗങ്ങളൊക്കെ നടത്തി സഭ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 1-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം, യേശുവിൻ്റെ കാലം നമുക്കറിയാം. ആടുകളെയും കുറുപറാളെയും കൊടുക്കുമ്പോൾ അതിനെ ഊനമുണ്ടെന്ന് പറയും മാറ്റി വെച്ചിട്ട് കാശ് കൂടി മേടിച്ച സഭ. പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരട്ടെ, അതുകൊണ്ട് ഗ്രേസ് അലോൺ അല്ലെങ്കിൽ സോളാ ഗ്രേഷ്യ, കൃപ മാത്രമാണ് ആധാരം. നമ്മുടെ പ്രവൃത്തിയൊന്നും വേണ്ട. പ്രവൃത്തി എന്ന് പറയുന്നത് ദൈനംദിന പ്രവൃത്തിയല്ല, യാഗങ്ങളോ കർമ്മങ്ങളോ വേണ്ട. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:45 അവിടെ പറയുകയാണ്, നമ്മൾ വായിച്ച 2-ാം പാഠം, പൊതുവക എന്നെണ്ണി പങ്കിടുവാനിടയായി തീർന്നു. അത് നവീകരണ സഭയായിരിക്കും, പ്രത്യേകിച്ച് ലൂതറൻ സഭയൊക്കെ വളരെ ശക്തമായി ഏറ്റെടുത്തു. നവീകരണം ആരംഭിച്ച ജർമ്മൻ സഭ 40,000 കുട്ടികൾക്കായി സഹായം നൽകുന്നുണ്ട്. നമുക്കറിയാം KNH എന്ന് പറയുന്ന പ്രവർത്തനവുമായിട്ട് അവർ വരികയും ജർമ്മനിയിൽ നിന്നും അവർ 40,000 കുട്ടികൾക്കാണ് ഇന്ത്യയിൽ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലോകം മുഴുവൻ പട്ടിണി മാറ്റുവാനായി ബ്രെഡ് ടു ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി അതിൽ ഭീമമായ തുക ഇൻവെസ്റ്റ് ചെയ്തു. അത് നടത്തിക്കൊണ്ടിരിക്കുക. ലോകത്തൊരാൾ പോലും പട്ടിണി കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജർമ്മനിയിൽ നിന്നും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിനെ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ ഏകീപിപ്പിക്കുന്നത് വന്ദന ശിവയാണ്. വന്ദന ശിവ എന്ന് പറയുന്ന ആളെ നമുക്കറിയാം, വന്ദന ശിവയാണ്. അടുത്തതായി ഫെയ്ത്ത് അലോണാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. ഫെയ്ത്ത് അലോൺ, അതിന് പറയുന്നത് സോളാ ഫിഡെ, അൺകണ്ടീഷണൽ ട്രസ്റ്റ്, ദൈവത്തിലുള്ള അതിയായ വിശ്വാസം. അതാണ് നമ്മൾ നീതിമാനാക്കുന്നത്. ദൈവത്തിലായിരിക്കണം ആശ്രയം. ഞാൻ പറയും, യഹോവയെ ആശ്രയമായിരിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന ജനം ഭാഗ്യം. അപ്പോൾ എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? യഹോവ തന്നെയായിരിക്കണം ആശ്രയം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. ഈ ലൂതറൻ സഭയുടെ അല്ലെങ്കിൽ ലൂതറിൻ്റെ ആ ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ഒറ്റ വാക്യത്തിലാണ്. ഈ ഒറ്റ വാക്യം എടുത്തതല്ല. നമ്മളെല്ലാം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമാണെന്നൊക്കെ പറയുമ്പോഴും വേദപുസ്തകത്തിൽ മറ്റ് 2 ഭാഗത്തൂടെ അത് പറയുന്നുണ്ട്. അത് ഏതാ എടുത്തതെന്ന് നമ്മളൊക്കെ എങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുക. ഹബക്കൂക്ക് എഴുതിയ ലേഖനം, ഹബക്കൂക്കിൻ്റെ പുസ്തകം, പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിലും പറയുന്നു, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. അതുകൊണ്ട് സെൻട്രൽ തീമായിട്ട് നമ്മൾ കാണേണ്ടത് വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസം ദൈവത്തിലായിരിക്കണം പൂർണ്ണ ആശ്രയം. ലോകത്തെ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കണം. അടുത്തതായി പറയുകയാണ് സോളാ ക്രിസ്റ്റോസ്, ക്രൈസ്റ്റ് എലോൺ, ക്രിസ്തുവിനാൽ മാത്രം. എന്താണ്? ഏക സത്യം ക്രിസ്തുവാണ്, ഏക രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്, പോപ്പിലൂടെ അല്ല, തല ക്രിസ്തുവാണ്, മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. നമുക്കറിയാം തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ, അവൻ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷ പ്രാപിക്കാൻ മറ്റൊരു ആരുമില്ല എന്ന് ദിവസം പറയുന്നു. മറ്റൊന്നത് പറയുകയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, അത് ക്രിസ്തുനാമം മാത്രം. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം. ഇതാണ് 4 ചിന്തകൾ. എന്നാൽ 5-ാമത് മറ്റൊരു ചിന്തയോടെ പറയുന്നുണ്ട്, സോളാ ഡിയോ ഗ്ലോറിയ, ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ, ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ. അതും മറ്റൊരു ചിന്തയാണ് പറയുന്നത്. അത് പലപ്പോഴും ചില സഭകൾ അത് ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ 5 ചിന്തകൾ. ഈ ചിന്തകൾ മാർട്ടിൻ ലൂതർ എടുത്തിട്ട് പറഞ്ഞു, പൂർണ്ണതയിലേക്ക് വളരുവാൻ, നവീകരണം പൂർണ്ണതയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. അടുത്തതായി നവീകരണം എന്ന് പറയുന്നത് നിശബ്ദമായ പ്രവർത്തനം. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ നിശബ്ദമായിട്ട് നവീകരണം നടക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗോസ്പൽ വായിച്ചത്. എന്താ ഗോസ്പൽ വായിച്ചത്? ആകെപ്പാടെ 2-3 വാക്യം വായിച്ചു. പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. എന്താ പറയുക? ഒരു സ്ത്രീ എടുത്ത് ഇതാരും മനസ്സിലാക്കി എന്താ ചെയ്തത്? അവിടെ ജനങ്ങൾ പറയാൻ ഞങ്ങൾ കേട്ടോണ്ടിരിക്കാം. ഞങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാം. പുളിച്ച് വരുവോളും 3 പറ മാവെടുത്ത് പുളിച്ച് വരുവോളും അത് പുളിപ്പ് വെച്ചു. അത്ര ഉള്ളൂ. അതായത് ശകലം പുളിപ്പെടുത്ത് വെച്ചാൽ 3 പറയെന്ന് പറഞ്ഞാൽ 100 പേർക്കുള്ള ആഹാരം. അത് പുളിച്ച് വരാൻ ശകലം എന്ത് മതി? പുളിപ്പിനെ കുറിച്ച് പഴയത്തിൽ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കോൺടാക്ട് അനുസരിച്ച് പോസിറ്റീവായിട്ട് ഒരു ദേശത്തെ ലോകത്തെ മുഴുവൻ പുളിപ്പിക്കാൻ ഒരാൾ മതി തീരുക. ഇവിടെ മാറ്റുള്ളവരല്ലേ ഈ വലിയൊരു സമൂഹത്തെ വാർത്തെടുത്തത്. അപ്പോൾ ഈ പുളിപ്പ് സ്വർഗീയമായ അനുഭവം. അതായത് 100 പേർക്ക്
ലോകത്തെ പുളിപ്പിക്കുവാൻ ഈ ഒരു സാധനം 3 പറ മാവിൽ സ്വല്പം പുളിച്ച മാവ്, സ്വർഗീയ അനുഭവം, നിശബ്ദമായി വലിയൊരു പ്രവർത്തനം നടത്തുന്ന ഒരു ചിത്രമാണ് യേശുവോട് വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, മാർട്ടിൻ ലൂതർ ഒരു പോപ്പിനെ നേരിട്ടുകൊണ്ട് ഒരു സഭയ്ക്കൊരു നവീകരണം കൊടുത്തു. ഇന്ന് പല പോപ്പുമാരെ നേരിടേണ്ട സഭ നമുക്കും പുളിപ്പായി മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് കഴിയുമോ? ഇന്ന് വീണ്ടും സഭ പിന്നിലേക്ക് പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. സാൽവേഷൻ ഫോർ സെയിലിലേക്ക് വീണ്ടും പോയോ? സാൽവേഷൻ നോട്ട് ഫോർ സെയിൽ ആയിരുന്നു, ഇന്ന് സഭ സാൽവേഷൻ ഫോർ സെയിലിലേക്ക് വീണ്ടും പോയോ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കണം. വിൽപ്പനയ്ക്ക് രക്ഷ വെച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. ഇന്ന് നമ്മുടെ സഭയിൽ ആളുകൾ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം അറിയാമോ? ഒന്നുകിൽ സഭയിൽ ആഘോഷം വേണം, അല്ലെങ്കിൽ വിനോദം വേണം, ഫുഡ് ഫെസ്റ്റ് വേണം, പെരുന്നാൾ വേണം, ഗാനമേള വേണം, സിനിമ വേണം. സഭയിൽ അങ്ങനെയുണ്ട്, സിനിമാ പ്രൊഫസറും വരെയുണ്ട്. ഇതെന്ന് പറയാൻ പറ്റുമോ? ഉള്ള സഭകളുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ജീസസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ആള് കൂടാൻ രക്ഷയിലേക്ക് മടങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ വിശ്വാസം രക്ഷ വിൽപ്പനയ്ക്ക് വെച്ചൊരു അവസ്ഥയിലേക്ക് വീണ്ടും സഭ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ആൾ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. വചനത്തോടുള്ള താല്പര്യം കുറയുന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ. വചനം പഠിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? വചനത്തോട് എത്ര പേർക്ക് ആത്ഭുതമുണ്ട്? ഒരു ദിവസം ഒരു വാക്യം എടുത്ത് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാനോ ഒന്ന് ചിന്തിക്കാനോ ഒന്ന് മനനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് മുല്ലപ്പെര ഡാമിനെ കുറിച്ച് ഇന്നും ചിന്തിക്കും ആൾക്കാർ, എന്തെങ്കിലും സംഭവിക്കുന്നത്. ഞാൻ പറയും, മുല്ലപ്പെര ഡാമൊന്നും പൊട്ടിപ്പോകത്തില്ല. കാരണം അത് നല്ല കഴിവുള്ളവരെ വെച്ചത്, മലയാളികളൊന്നും അല്ലത് പണിത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പെട്ടെന്ന് പൊട്ടുന്ന സാധനമൊന്നുമല്ല. അതിനെക്കുറിച്ചല്ല നമ്മൾ ഭാരപ്പെടേണ്ടത്. നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുക, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ദൈവനെ പഠിക്കുവാൻ, വായിച്ചത് ബൈബിളിലേക്ക് നമുക്ക് മടങ്ങുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒരു മാർട്ടിൻ ലൂതർ ഉണ്ടെങ്കിൽ ഇനിയും, അല്ലെങ്കിൽ ഒരു നവീകരണം നമുക്ക് ആവശ്യമാണ്. ഒരു മാർട്ടിൻ ലൂതർ അന്ന് ചെയ്തെങ്കിൽ നമ്മളും വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയായി എഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കാൻ അറിയാമോ? പ്രവർത്തിക്കാനൊന്നും കഴിയത്തില്ല, വെറുതെ ബഹളം വയ്ക്കാൻ ധാരാളം പേരുണ്ട്. എൻ്റെ ദേഹത്ത് വേദന വരുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് തയ്യാറാണ്. അതുകൂടെ പറയാൻ അവസാനിപ്പിക്കാം. എന്താ സംഭവം അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മൾ ഇമ്മ വെള്ളം വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം പ്രവർത്തിക്കാൻ എന്താ പ്രശ്നം അറിയാമോ? കുറച്ച് പേരെടുക്കും, കുറച്ച് കഷ്ടതകൾ വേണം. അതിൻ്റെ മുന്നിലേക്ക് വരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഒരിക്കലും രാജാവിന് ഹൃദയത്തിന് വേദന നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴാണ് പറയുന്നത്, ഹൃദയം മുഴുവൻ പോയി, ഹൃദയം മാറ്റിവെക്കണം. ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടന്നു. അപ്പോൾ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വിവരം കാട്ടുതീ പോലെ ലോകം മുഴുവൻ അറിഞ്ഞു. ജനങ്ങളെല്ലാം രാജകൊട്ടാരത്തിൽ വാതുക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാജകൊട്ടാരം ഉയർന്ന രണ്ടാമത് രാജതാമസം മാളികയുടെ മുകളിലാണ്. അപ്പം അതിൻ്റെ താഴെ വന്ന് ജനങ്ങളെല്ലാം നിലവിളിക്കുക, ഞങ്ങളുടെ ഹൃദയം ഇതാവാ, ഞങ്ങൾ ആർക്ക് തരുന്നു? രാജാവ് തയ്യാറാണ്. അങ്ങനെ വളരെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പ്രധാനമന്ത്രി എവിടേക്ക് വന്നു? രാജാവിൻ്റെ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു, രാജാവിന് ഒത്തിരി ഹൃദയമൊന്നും വേണ്ട, ഒറ്റ ഹൃദയം മതി, ആരും ഒരാൾ തന്നാൽ മതി. പക്ഷേ അവർ വീണ്ടും പറയുക, ഞങ്ങളെല്ലാം തയ്യാറാണ്. എല്ലാവരും കൂടെ തന്നിട്ട് കാര്യമില്ല, ഒരു ഹൃദയം മതി. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥിച്ച് ഒരു ചെറിയ തൂവൽ എൻ്റെ കയ്യിലുണ്ട്, അത് താഴേക്കിടാം. അത് ആരുടെയെങ്കിലും ദേഹത്ത് വീഴുന്നുവെങ്കിൽ അദ്ദേഹം മാത്രം എന്ത് ചെയ്താൽ മതി? ഹൃദയം തന്നാൽ മതി. ആൾക്കാരെല്ലാം കൂടി നിൽക്കുക. ഈ രാജാവ് അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി പ്രാർത്ഥിച്ചു, കണ്ണടച്ച് താഴേക്ക് ഈ തൂവലിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ തൂവൽ താഴെ ആരുടെയും ദേഹത്ത് എത്തുന്നില്ല. തൂവൽ താഴെ വരുമ്പോഴത്തേന് താഴെ നിൽക്കുന്നവർ ഊതി മാറ്റി കൊടുക്കുക. ബഹളം വയ്ക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, നോയിസ് സൗണ്ട് വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ദേഹത്തെ കാണും വീണാൽ എനിക്ക് പെയിനാണ്, എനിക്കൊരു പ്രശ്നം വരും. അവരങ്ങോട്ടും കൂടി ഊതിക്കൊണ്ടിരിക്കുക, എന്ത് താഴോട്ട് പോരണ്ടേ? പ്രിയമുള്ളവരെ, ഒരു മാർട്ടിൻ ലൂതർ ഒരു നവീകരണം സാധ്യമാക്കിയെങ്കിൽ നമ്മുടെ സഭയിലെ പുഴുക്കുത്തുകൾ മാറ്റുവാൻ നമുക്കിടയായി തരണം. ഈ നവീകരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, വചനത്തിലേക്ക് മടങ്ങുവാൻ, ക്രിസ്തുവിലേക്ക് മടങ്ങുവാൻ, വിശുദ്ധിയിലേക്ക് മടങ്ങുവാൻ ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതിയെല്ലാം നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കിലൂടി സർവശക്തിയുള്ള പിതാവായി കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
സത്യതയും ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെടുമെല്ലാം പിതാവിനുടെ ഏകത്വമുള്ളവൻ. അവനാൽ സകലമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിവരിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവനന്തപുരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിൽ വലുതായിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നതിന് പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുവനും പിതാവിനോട് പുത്രനോടും അന്വേഷിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകനെ കൊണ്ട് പറയിച്ച വിശ്വാസമായി ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലിക ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം അനുസരിക്കുന്നു. മനുഷ്യപരിധാനത്തിന് വരുവാനുള്ള ലോകത്തെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. അടുത്ത വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന പതിവ് പോലെ രാവിലെ 10:30 മുതൽ ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല. യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ച 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന റുവി സെന്റ് തോമസ് ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നമ്പർ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വ്യാഴാഴ്ച 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, PCOയുടെ നിർദ്ദേശപ്രകാരം അത് അത്യാവശ്യമാണ്. അതോടൊപ്പം ഹോളി കമ്മ്യൂണിയൻ സെറ്റ് ചെയ്യുവാനും അത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്പർ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടത് ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അന്നേ ദിവസം സൺഡേ സ്കൂൾ ദിനമായി കൊണ്ടാടുന്നതാണ്. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് സൺഡേ സ്കൂൾ കുട്ടികളാണ്. അതോടൊപ്പം ദൈവവചനം സംസാരിക്കുന്നത് മിസ്സസ് അനു ആനി മാത്യൂസ്. ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കണം. ഇന്ന് ആരാധനയെ സംബന്ധിക്കുന്ന നിങ്ങൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കേണ്ടതായ രീതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഹോളി കമ്മ്യൂണിയൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ അകലം പാലിച്ച് നിൽക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇൻഡു മാർക്കറ്റ് ഇരിക്കുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ നിൽക്കണം. അതുപോലെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ മാത്രം മാസ്ക് മാറ്റുക. വീഞ്ഞ് സ്വീകരിക്കുമ്പോൾ വളരെ സാവധാനം നിങ്ങൾ വീഞ്ഞെടുക്കണം. 2 സൈഡുകളിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ വീഞ്ഞ് കുടിച്ച കപ്പ് നിക്ഷേപിക്കാവുന്നതാണ്. ഫ്രണ്ട് റോയിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നും റോ വൈസ് 8 പേർ വീതം വരേണ്ടതാണ്. ഗ്യാപ്പ് വരാതെ ഫിൽ ചെയ്ത് നിങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരു ഗ്രൂപ്പ് പോയി ഇരുന്നതിന് ശേഷം മാത്രം അടുത്ത ഗ്രൂപ്പ് വരേണ്ടതാണ്. ആശീർവാദം എല്ലാവരും കൈക്കൊണ്ട ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കയ്യസൂരി ഉണ്ടായിരിക്കുന്നതല്ല. കയ്യസൂരി കൊടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ പരസ്പരം കൂപ്പിയാൽ മതി എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൺഫർമേഷൻ ക്ലാസ് പഠിച്ച എല്ലാ കുട്ടികളും നവംബർ മാസം 13-ാം തീയതി, സെക്കൻഡ് സാറ്റർഡേയാണ്, ശനിയാഴ്ച രാവിലെ 10:30 നമ്മുടെ ദൈവാലയത്തിൽ വരേണ്ടതാണ്. അവർക്ക് ലാസ്റ്റ് ഒരു ക്ലാസ്സും അതോടൊപ്പം റിട്ടൺ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എല്ലാവരും ദൈവാലയത്തിൽ വരണം. അങ്ങനെയുള്ളവരെ മാത്രമേ കൺഫർമേഷനിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ 2019-21 സാമ്പത്തിക വർഷത്തെ വാർഷിക പൊതുയോഗവും 2021-22 വർഷത്തേക്കുള്ള ചർച്ച് കമ്മിറ്റി തെരഞ്ഞെടുപ്പും 2021 നവംബർ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് വിശുദ്ധ സംസർഗ ആരാധനയ്ക്ക് ശേഷം 8 PM റുവി സെന്റ് തോമസ് ചർച്ച് വെച്ച് നടത്തപ്പെടുന്നതാണ്. 2019-21 കാലഘട്ടത്തിലെ വാർഷിക റിപ്പോർട്ടും കണക്കും ഇന്ന് ലഭിക്കുന്നതാണ്. എല്ലാ മാസവരി അംഗങ്ങൾക്കും കോപ്പികൾ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. വാർഷിക റിപ്പോർട്ട്, കണക്ക് എന്നിവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, പ്രമേയങ്ങൾ എന്നിവ 2/11/2021 നവംബർ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച 5 PM മുമ്പ് രേഖാമൂലം ഇടവപ്പട്ടക്കാരനെ ഏൽപ്പിക്കേണ്ടതാണ്. വാർഷിക പൊതുയോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ 2021-22 വർഷത്തേക്കുള്ള കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഓഡിറ്റേഴ്സ് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് റുവി സെന്റ് തോമസ് ചർച്ച് വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇന്ന് ആരാധനയ്ക്ക് ശേഷം കരോൾ ഗാനപരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഗായക സംഘങ്ങളും അതിൽ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. 1/11/2021 തിങ്കളാഴ്ച രാത്രി
8 മുതൽ 9:30 വരെ മസ്കറ്റ് എക്യുമെനിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 10ാമത്തെ ധ്യാനയോഗം സൂം പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. 3/11/2021 നവംബർ മാസം 3-ാം തീയതി ബുധനാഴ്ച രാത്രി 8 PM വിമൻസ് ഫെലോഷിപ്പ് ബൈബിൾ സ്റ്റഡി ഗൂഗിൾ മീറ്റിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. കഴിവുള്ളിടത്തോളം ആൾക്കാർ അതിലും പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവ കൺവെൻഷനും പെരുന്നാളും നവംബർ മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നടത്തപ്പെടുന്നതാണ്. മധ്യകേരള മഹായിടവയുടെ ഈ വർഷത്തെ 2020-21 വർഷത്തെ കൺവെൻഷൻ 2022 ജനുവരി മാസം 23 മുതൽ 30 വരെ നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ ക്രമീകരണങ്ങളെ ഓർത്ത് നിങ്ങൾ ഇന്നു മുതൽ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നവംബർ മാസത്തെ ഇടവക ദൂതൻ ഇന്ന് ആരാധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സഭയിൽ 25 വർഷക്കാലം കൊയറിലും സഭയുടെ ചർച്ച് കമ്മിറ്റിയിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്ത് നാട്ടിലേക്ക് പോകുന്ന മിസ്റ്റർ മനോജ് ജോൺസൺ മാത്യുവിനെയും കുടുംബത്തെയും സഭയുടെ ആദരവറിയിക്കുന്നു. അവരുടെ തുടർ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവർ സഭയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഹൃദയപൂർവ്വം സഭയായി എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം അവർ കുടുംബമായി വന്ന് സഭയായി നൽകുന്ന ഒരു മെമൻറ്റോ സ്വീകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സൺഡേ സ്കൂളിൽ 17 വർഷക്കാലം അധ്യാപികയായി പ്രവർത്തിച്ച മിസ്സസ് ജസ്റ്റിൽ മനോജിന് സൺഡേ സ്കൂളിൻ്റെ ആദരവ് അറിയിക്കുന്നതോടൊപ്പം മെമൻറ്റോ സ്വീകരിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യും. കോവിഡുമായി ബന്ധപ്പെട്ട് രോഗികളെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് സഭയുടെ ആദരവ് അറിയിക്കുന്നതോടൊപ്പം ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് സഭയുടെ മെമൻറ്റോ നൽകുന്നതാണ്. പേര് വായിക്കുന്ന ക്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് ആ മെമൻറ്റോ സ്വീകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി മിസ്സസ് മിനി മോൾ എബ്രഹാം. അടുത്തതായി മിസ്സസ് ലാലി സജു. അടുത്തതായി മിസ്സസ് സംഗീത റജു. അടുത്തതായി മിസ്സസ് മറിയാമ്മ വർഗീസ്. അടുത്തതായി മിസ്റ്റർ റോബിൻ സജേഷ്.
അടുത്തതായി മിസസ് നിഷ കുര്യൻ. അടുത്തതായി മിസസ് സുനി റോഷൻ. സുനി റോഷൻ. അടുത്തതായി മിസസ് മിനി ജെയിംസ്. അടുത്തതായി ജാൻസി ദാനി. മിസസ് ജാൻസി ദാനി. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർക്കും നൽകുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വളരെ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്ത നമ്മുടെ നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അവരുടെ ശുശ്രൂഷകൾ തീർച്ചയായും ദൈവം മാനിക്കും. ആത്മീയവും ഭൗതികമായ നന്മകൾ ദൈവം അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും സഭയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ളതുമായി അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മം കൊണ്ടാടിയ വ്യക്തികളുടെയും വിവാഹ വാർഷികം കൊണ്ടാടിയവരുടെയും പേര് വായിക്കുന്നു. ഗായക സംഘങ്ങൾ പാട്ടുപാടിയ ശേഷം അവർ മുന്നോട്ട് വരണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ബർത്ത്ഡേ മിസസ് ലിയ ആൻ തോമസ്, മിസ്റ്റർ സനു കുര്യൻ തോമസ്, മാസ്റ്റർ ജോവാഷ് ജോസഫ്, മാസ്റ്റർ ആദർശ് RS, മാസ്റ്റർ ആൽവിൻ അനു, മാസ്റ്റർ ജോർജ് മാണി എബ്രഹാം. വിവാഹവാർഷികം മിസ് ആൻഡ് മിസ്റ്റർ മനോജ് മാത്യു ജോൺ, മിസ് ആൻഡ് മിസ്റ്റർ സ്റ്റാൻലി വി ജോസഫ്. സകല നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ ജന്മങ്ങൾ കൊണ്ടാടിയ പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം കൊണ്ടാടിയ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നാളുകൾ പെരുകുന്നത് അങ്ങയുടെ കൃപയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാകുന്നുവല്ലോ. പുതിയൊരു വർഷത്തിലേക്ക് നീ ഇവരെ സുഖത്തോടും സമാധാനത്തോടും കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തിപരമായും കുടുംബജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും പാപങ്ങളെയും അവരോട് ക്ഷമിക്കണമേ. പുതിയ വർഷം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം അവരുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവരോടുകൂടി ഇരിക്കണമേ. അവരെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ സഹായിക്കണമെന്ന് യേശു മശിഹായിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ.
പിതാവുത്ത് പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കാവലും കൂട്ടായ്മയും ജന്മാൾ കൊണ്ടാടിയവരോടും വാർഷികം കൊണ്ടാടിയവരോടും ഇവിടെ ശ്രേഷ്ഠകരമായ ഭാവിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും കാലാവസ്ഥാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ മടക്കാം. ദൈവത്തിൻ്റെ കൃപയിലും കാവലിലും കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ പരിപാലിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയട്ടെ. COVID-19 എന്ന മഹാമാരിയുടെ മധ്യത്തിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവരുടെ നല്ല ജീവിതത്തിനായി സ്തോത്രം ചെയ്യും. കൂടാരമാകുന്ന ഭവം അവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയാ അല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്ത് ഒരുക്കിയിട്ടുള്ള പ്രത്യാശയാൽ ഓരോരുത്തരെയും ദൈവം നിറയ്ക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ടതുപോലെ ഇന്നേക്ക് 504 വർഷം മുമ്പ് സഭയെ നവീകരിക്കുവാൻ ഒരു മാർട്ടിൻ ലൂതർ ഉണ്ടായിരുന്നു. അതിനുശേഷം സിംഗ്ലി, കാൽവിൻ മുതലായ ആൾക്കാരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇന്ന് സഭ വീണ്ടും അന്ധകാര യുഗത്തിലാണോ എന്നൊന്ന് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യാം. എവിടെയെങ്കിലും ദൈവത്തിൽ നിന്നും അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ, ഒന്ന് മാനസാന്തരപ്പെടുവാൻ, ഒന്ന് യൂട്ടേൺ എടുക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനും കർത്താവ് സ്വർഗീയ മേഖലയിൽ നമ്മെ എടുക്കുകയും ആ കർത്തൃകാകളം മുഴങ്ങുന്ന സമയത്ത് നമ്മെ നല്ലവരും വിശ്വസ്തനുമായ ദാസരേ എന്നുള്ള ഇമ്പകരമായ മൊഴി വിളിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് രണ്ടാമത്തെ ലിത്താൻ ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ. മേലിനുള്ള സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി, ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടി, സകലമനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ റൈറ്റർ ഡോക്ടർ സാബു കെ ചെറിയാൻ എന്ന മധ്യകേരള മകളുടെ ബിഷപ്പിന് വേണ്ടിയും മോസ്റ്റവറിന്റെ ധർമ്മരാജസാദം എന്ന ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മോസ്റ്റവറൻ ഡോക്ടർ പ്രേംചന്ദ് സിംഗ് എന്ന ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും റൈറ്റർ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എന്ന മർത്താമാ സഭയുടെ മെത്രോപൊലിത്തയ്ക്ക് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഒമാനിലുള്ള രാജാവിന് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിപ്പാർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്നവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തിനോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്ഥിരീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണമേ.
നിന്റെ നല്ല ആത്മാവ് നേർവരെ നടത്തുമാറാകട്ടെ. തൻ്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ ഉപദേശത്താൽ ആശ്വാസപ്രദന്റെ വരവനായി ശിഷ്യന്മാരെ ഒരുക്കിയ സർവശക്തനായ ദൈവമേ, കൈവപ്പിനാൽ പരിശുദ്ധാത്മവരം അന്വേഷിക്കുന്ന നിന്റെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. അങ്ങനെ അവർ അനുതാപവും വിശ്വസ്തതയുമുള്ള ഹൃദയങ്ങളുള്ളവരായി അടുത്തു വന്ന് ആത്മാവിന്റെ അധിവാസത്താൽ നിറയപ്പെടേണ്ടതിന് കൃപ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ സകല വിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും എൻ്റെ വിളിയും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും കൂടെ സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തുവെച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് ബദലായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമായ കയ്യസൂരി നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം. ജ്ഞാനകീർത്തനങ്ങളിൽ 95-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 95.
നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ വഴിപാടുകളെയും നമ്മെ തന്നെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരാ ഞങ്ങൾ നിങ്കലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി ചേർന്നില്ല. യേശുവേ ശ്രേഷ്ഠമായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ സന്നിധിയിലായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന നിന്നെ തന്നെ ബലപ്പെടുത്തണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിനക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടവനെ വീണ്ടെടുക്കുകയും ചെയ്തു. പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ വർണ്ണത്തെ കുറിച്ച് ഇടപെടാവുള്ളവരെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിയുന്ന ശേഷം അപ്രകാരം തന്നെ ഞാൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാം
എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളൂ അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിനിദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിക എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒരുക്കത്തോടും വണക്കത്തോടും കൂടെ നാം കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ നീതി പ്രവൃത്തികളെ ആശ്രയിക്കാതെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം അവനുമായി പ്രാർത്ഥിക്കാം. അതിനുശേഷം തുടർന്ന് വരുന്ന വലിയ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പരമമാനവല്ലാതെ ഞങ്ങളുടെ സമൂഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് അപ്പുറത്ത് പോയി അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണ സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശരീരാത്മാക്കളും നിന്റെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശരീരത്താൽ രക്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളെ എപ്പോഴും വസിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ താമസത്തെ ഭക്ഷിക്കുകയും അവൻ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരം
സത്യാമന്ത്രിയായ കർത്താവായ യേശുമിശിഹായുടെ രക്തം വിശുദ്ധമേ ചൊരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ കൈക്കൊള്ളുകയും
നമ്മുടെ നിത്യ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകും സകലരുടെ നമ്മുടെ നിത്യജീവിതം സകല നമ്മെ സകലത്തെ പിതാവിന്റെ ശുദ്ധമായ നാം ഏവരോടും നമ്മുടെ ജീവത്തോടും ഇപ്പോഴെപ്പോഴും കാലാവസ്ഥാനം പ്രവചിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സക്രമന്ത് വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായിൽ ഞങ്ങളെ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാവേര ശരീരവും രക്തവും അജ്ഞാനം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് ബാബുവിന്റെ വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വിവിധകാരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവൻ വിശ്രയമായി ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതാകുമ്പോൾ ഞങ്ങളെ ആരാധന ഞങ്ങൾ ഈ ലോകത്തിലൊരാകാതെ നല്ലതും പൂർണ്ണമായത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിന്റെ സ്വർഗീയ രാജ്യത്തിൽ നിന്റെ സർവീസിനോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപരണം നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്ക് വേഗതയുമായി ജീവിച്ചു വാഴുന്നുവല്ലോ. നമ്മുടെ ദൈവത്തിലേക്ക് സ്തുതിയും വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുകയും ധൈര്യപ്പെട്ടിരിക്കുകയും തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയും ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് അനുഗ്രഹം നൽകിയിട്ടുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 251 പാട്ട്, ഹിം നമ്പർ 251.